സുഖമാണോ സുഹൃത്തുക്കളെ? സുപ്രഭാതം. എന്റെ സുഹൃത്തുക്കളിൽ പലർക്കും നിങ്ങളാൽ എങ്ങനെ ഇതുപോലെ എഴുതാൻ കഴിയുന്നു എന്ന് ചോദിക്കുന്നതാണ്. പഠിക്കാൻ കഴിയും, പക്ഷേ പഠിച്ചതു എഴുതാൻ കഴിയാത്തവർക്കു. ഇതിനെല്ലാം എഴുതാനും പഠിക്കാനും കഴിയുന്നവർ മാത്രമാണ്. എഴുതൽ പറ്റി സംസാരിക്കുന്നത് പ്രധാനമല്ല, അത് ചെയ്യുന്നത് പ്രധാനമാണെന്ന് പറഞ്ഞത് അമരിക്കാവിങ്ക് എന്നും എഴുത്തിന്റെ ആലരുമല്ലേ. സിൽവിയ ബ്ലാർ എഴുത്തിന്റെ സത്യത്തെ കഴുരിൽ അടിച്ചത് പോലെ പറയുന്നു. എഴുതുന്നത് നല്ലതാണോ കെടായണമോ ആങ്ങൾ ആശങ്കപ്പെടരുത്. മികച്ചതല്ലെങ്കിലും കാര്യമില്ല, എഴുതിക്കൊണ്ടിരിക്കൂ എന്ന് പറയുന്നു. തിരുത്തലിന്റെ സൗന്ദര്യം അതിന്റെ ഫലത്തിൽ അല്ല, അതിന്റെ സൗന്ദര്യത്തിൽ അല്ല, അത് തിരുത്തൽ രീതിയിലാണ് നിലകൊള്ളുന്നത്. ലക്ഷക്കണക്കു പരിയാൽ മികച്ചതായി എഴുതുന്നവരെ ഉൾക്കൊള്ളിച്ച് ഇരിക്കുന്നു മണിക്കണക്കിൽ. സിദ്ധാന്തങ്ങൾ വിഭജിക്കുന്നതല്ല എഴുത്ത്. ചിലർ എഴുതുകയും തുഫാക്കുകയും ചെയ്യുന്നു, അവരുടെ മേൽ തങ്ങൾക്കു വിശ്വാസമില്ലാതെ. തെറ്റിയിരുന്നാൽ എന്നെ തിരുത്താൻ കഴിയില്ല. ഒരാൾ യഥാർത്ഥത്തിൽ എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് സമയം ഇല്ലെന്നും കാരണമാകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്നതായി ഈ എഴുത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നു നമുക്കെല്ലാം. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, ആരംഭത്തിൽ നിന്നു സുനക്ഷിയെ നാം വിട്ടുപോകണം. ദിവസം നക്ഷത്രങ്ങൾ കണ്ടില്ലാതെ ആലോചിച്ച് എഴുതാൻ തുടങ്ങും. നിങ്ങളുടെ എഴുത്ത് യാഥാർത്ഥ്യമാകട്ടെ. കൂടുതൽ എഴുതാനുള്ള ആഗ്രഹമുള്ളവർക്ക് നിശ്ചയമായും എഴുത്തിന്റെ ഉച്ചതല കാണാൻ പലരും വായിക്കും. വായിച്ചെങ്കിൽ പിന്നെ എഴുതുക. എങ്കിൽ സുഹൃത്തുക്കൾ, ഇന്ന് ചിന്തിക്കാൻ സമയമോ കണ്ടെത്താൻ. നിങ്ങളുടെ എഴുത്തിൽ വീണ്ടും കാണും. മറുപടി കാത്തിരിക്കുന്നു. വണക്കം. നാഗരാജൻ.